കിഷ്കിന്ധ രാജാവായ ബാലിയുടെ പത്നിയാണ് താര. പാലാഴി മഥനത്തിൽ നിന്ന് ഉണ്ടായതാണെന്ന് കമ്പരാമായണത്തിൽ പറയുന്നുണ്ട്. അതേസമയം നമ്മളുടെ വാൽമീകി രാമായണത്തിൽ സുഷേണൻ എന്ന് പറയുന്ന വാനരൻ്റെ പുത്രിയാണെന്നാണ് പറയുന്നത്. എന്തായാലും വിവിധാൽപാത്ര വിജ്ഞാനത്തിൽ ബിരുദുള്ള താര നന്നെന്ന് ചൊല്ലിയാൽ അത് തെറ്റില്ല എന്ന് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. അവിടെ താരയുടെ വൈദഗ്ധ്യത്തെയാണ് നമ്മൾ കാണുന്നത്. ബാല്യനിഗ്രഹത്തിന് ശേഷം ശ്രീരാമനോട് ചോദിക്കുന്ന ചോദ്യങ്ങളും ശ്രീരാമൻ്റെ മറുപടി കേട്ടിട്ട് എല്ലാം മനസ്സിലാക്കി വളരെ പക്വതയോടെ പെരുമാറുന്ന താരയെയുമാണ് നമ്മൾ കാണുന്നത്. സുഗ്രീവനെ രാജാവായി അഭിഷേകം ചെയ്തു. പുത്രൻ അംഗദനെ യുവരാജാവായിട്ടും അഭിഷേകം ചെയ്തു. അതിനുശേഷം സത്യം പറഞ്ഞാൽ ശ്രീരാമൻ്റെ പത്നിയായിട്ട് തന്നെയാണ് താര കഴിയുന്നത്. കാരണം അത് സുഗ്രീവൻ്റെ ആഗ്രഹമായിരുന്നു. വർഷകാലം കഴിഞ്ഞിട്ടും സീതാന്വേഷണത്തിന് പുറപ്പെടാത്ത അല്ലെങ്കിൽ ഒരുങ്ങാത്ത സുഗ്രീവനോട് അതിയായ കോപത്തോടു കൂടി സുഗ്രീവനെ കണ്ട് സംസാരിക്കാനായിട്ട് ചെല്ലുന്ന കോപിഷ്ഠനായ ലക്ഷ്മണൻ ചെല്ലുമ്പോൾ മധ്യകക്ഷ്യാം താരേശതുല്യമുഖിയായ താര ജഗന്മോഹിനിയാണ് ലക്ഷ്മി തുല്യായിട്ട് അങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് ലക്ഷ്മണനെ നയകോവിതയായി നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് സമാശ്വസിപ്പിക്കുകയും പിന്നെ ചാവല്യമേറുമീ ജാതികൾക്കൊക്കവേ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ലക്ഷ്മണൻ സുഗ്രീവനോട് സംസാരിക്കുന്നത്. അഥവാ താര ഒന്ന് മയപ്പെടുത്തിയതിന് ശേഷമാണ് സുഗ്രീവൻ ലക്ഷ്മണനെ കാണാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ ഈ നമ്മളുടെ രാമായണത്തിൽ താര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വലിയ ഒരു പ്രാധാന്യമില്ല എന്ന് നമുക്കൊക്കെ അറിയാം. എങ്കിൽ പോലും വളരെ ഉജ്ജ്വലമായി ജ്വലിച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് താര എന്ന് പറയാതെ നിവൃത്തിയില്ല. പ്രൗഢഗംഭീരമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് താര എന്ന് അംഗീകരിച്ചേ പറ്റൂ.